നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഒടുവിൽ ബാലൻ ചോദിച്ചു, അല്ല, എന്തെങ്കിലും തെളിവുകളുണ്ടോ ധർമ്മന്റെ ഭാര്യയാണ് നീ എന്നതില്? അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവൾ എന്ത് ചെയ്തു? തന്റെ കഴുത്തിൽ കിടന്ന് താലിമാല എടുത്ത് ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണ് എന്റെ ഏറ്റവും വലിയ തെളിവ്, ഇതെന്റെ കഴുത്തിൽ ധർമ്മം കെട്ടിയതാണ്. അപ്പോഴേക്കും ഭഗവാൻ കൃഷ്ണൻ അവിടെ ഇരിപ്പുണ്ട്. കൃഷ്ണൻ വന്നിട്ട് പറഞ്ഞു, താലി ഒരു പവിത്രമായ ഒന്നാണ്, പക്ഷേ എങ്കില് ഭാര്യ എന്നതിന് ഒരിക്കലും ഒരു തെളിവാവത്തില്ല ഈ താലി എന്ന് പറയണ. കാരണം ആർക്ക് വേണേലും ഒരു താലി ഇട്ടോണ്ട് വന്നിട്ട് ഇയാളുടെ ഭർത്താവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവുന്ന കാര്യമല്ലല്ലോ, അതൊന്നും അല്ല ഒരു തെളിവ്. അപ്പോഴേക്കും അവിടെ നിന്ന് ഉദയഭാനു പറഞ്ഞു, അതെ, ഈ താലി ഒരിക്കലും ഒരു തെളിവായിട്ട് കൂട്ടത്തില്ല, അല്ലാതെ വേറെന്തെങ്കിലും ഉണ്ടോ കുട്ടി നിന്റെ കയ്യിൽ നിന്ന് ചോദിക്കുക. ആ സമയം കൃഷ്ണൻ പറഞ്ഞു, ഉദയഭാനു സാറ് ചോദിച്ച് കൃത്യമായിട്ടൊരു ചോദ്യം വേണം, അതിന് ഉത്തരം പറയണമെന്ന് പറയാം. അപ്പോഴേക്കും അവള് പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചെന്ന് വെച്ചോണ്ടേ അവരുടെ മുന്നിലൊന്നും തെളിവ് കാണിക്കാനായിട്ട് എനിക്ക് സൗകര്യമില്ല, അതിന്റെ ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞു. ഉദയഭാനു പറഞ്ഞു, അതെ, ഞാൻ ആരാണോ എന്താണോ നിനക്ക് ശരിക്കും അറിയത്തില്ല, അതുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ പറയണേ. താൻ ആരാണെങ്കിലും എനിക്കെന്താ, അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല, തന്നെ കുറിച്ച് എനിക്ക് അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അഹങ്കാരം കാണിച്ച് നിൽക്കുവാണ് സൗദാമിനി. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, അല്ല, നിന്റെ കയ്യിൽ എന്ത് തെളിവുണ്ടെന്നാ പറഞ്ഞേ? നിന്റെ മതിയായ തെളിവുകളുണ്ടല്ലോ, എന്ത് തെളിവാന്ന് ചോദിക്കണം. അതെ, എന്റെ കയ്യിൽ തെളിവുണ്ട്, ധർമ്മന്റെ ഭാര്യ എന്നതിൽ എന്റെ കയ്യിൽ തെളിവുണ്ടെന്ന് ഉറച്ചു പറയുകയാണ് അവള്. അപ്പോഴേക്കും ബാലൻ ചോദിച്ചു, ചോദിച്ചത് കേട്ടില്ലേ? നീ ഇത്രമാത്രം ഉറപ്പിച്ച് പറയുന്നുണ്ടല്ലോ, നിന്റെ കയ്യിലുള്ള തെളിവ് എന്താണ്? അതറിയണമെന്ന് പറഞ്ഞു. ഉദയഭാനു പറഞ്ഞു, ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു ഓരോരുത്തിമാരിറങ്ങും, വെറും കള്ളത്തരവാ, ഇതിനകത്തൊന്നും ഒരു സത്യാവസ്ഥയില്ല, ഊടായ്പ കാണിച്ചുകൊണ്ട് വന്നിരിക്കുന്ന. കോമതി പറഞ്ഞു, അല്ല, നിന്റെ തെളിവുണ്ടെങ്കിൽ അത് നീ കാണിക്ക. എല്ലാരും ആകാംക്ഷപൂർവ്വം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് അവൾ എന്ത് ചെയ്തു? തന്റെ ബാഗിനകത്ത് ആ ഫോട്ടോ എടുത്ത് കാണിക്കുകയാണ്. ധർമ്മനും അവളും പിന്നെ അവളോടൊപ്പം അവളുടെ കയ്യിൽ ഒരു കൈക്കുഞ്ഞും ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോ എല്ലാരും ഒന്ന് ഞെട്ടി. പെട്ടെന്ന് തന്നെ മണ്ഡപത്തിൽ നിന്ന് വധുവിന്റെ കൈ പിടിച്ച് അവളുടെ അച്ഛനെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും ഗോമതി പറഞ്ഞു, അയ്യോ, മോളെ കൊണ്ട് പോവരുത്, എന്റെ ധർമ്മൻ അങ്ങനെയും ചെയ്യത്തില്ല, ഒരു പെൺകുട്ടിയുടെ ജീവിതാവും നശിപ്പിക്കില്ല, ദൈവത്തെ ഓർത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കരുത്, എന്റെ അനുജന്റെ ജീവൻ നശിപ്പിക്കരുത്. പക്ഷെ അതൊന്നും കേട്ടില്ല. അവളുടെ കൈ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ മണ്ഡപത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേനും ഇന്ദിരാമ്മ ഓടിച്ചെന്നിട്ട് അപേക്ഷിക്കണം, രണ്ടു കൈയും കൂപ്പി നിന്നിട്ട്, എന്റെ മകന്റെ ജീവിതം തകർക്കരുത്, അവന് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നവനല്ല, ഇതിനകത്ത് എന്തോ ഒരു ചതിയുണ്ട്, ദൈവത്തെ ഓർത്ത് ഞങ്ങൾ പറയുന്നൊന്ന് വിശ്വസിക്കുക, ഈ കല്യാണം നടക്കണം, ഈ കല്യാണം നടന്നില്ലെങ്കിൽ അവന്റെ ജീവിതം തീരും, നിങ്ങൾ ഞാൻ പറയുന്നൊന്ന് അനുസരിക്കുക. പക്ഷെ അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. നീ വാ മോളെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് നടക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ആനന്ദും ആര്യനും ഓടിച്ചിട്ട് പറഞ്ഞു, സാറേ, ഇന്നത്തെ കാലത്ത് ടെക്നോളജി ഉപയോഗിച്ച് ഇങ്ങനെയുള്ള ഫോട്ടോകളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്, സാർ ഒന്നും വിശ്വസിക്കില്ല, നമുക്ക് പോലീസിനെ വിളിക്കാം, പോലീസ് വന്ന് കാര്യങ്ങളൊക്കെ തീരുമാനിക്കട്ടെ. ഇനിയിപ്പൊ ഞങ്ങൾക്ക് പോലീസിനും പട്ടാളത്തിന്റെ ഒന്നും ആവശ്യമില്ല, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം, എനിക്ക് എന്റെ മോളുടെ ജീവിതം പ്രധാനം, വാ മോളെ, നിങ്ങളുമായിട്ടൊരു ബന്ധം കൂടാനായിട്ട് ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല. അതും പറഞ്ഞിട്ട് ധർമ്മം കെട്ടാൻ പോകുന്ന പെൺകുട്ടിയുടെ കൈയും പിടിച്ച് അവളുടെ അച്ഛൻ അങ്ങോട്ടേക്ക് പോയി. അത് കണ്ടപ്പോ എല്ലാവർക്കും ഭയങ്കര വിഷമമായി, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആ സമയത്ത് ആരും ഓടി ബാലിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അച്ഛ, അവരെ തടയച്ച, അവരോട് പോവലെന്ന് പറ, എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടക്കണമെന്ന് പറയാ, അല്ലെങ്കിൽ അച്ഛനൊരു കാര്യം ചെയ്യുക, പോലീസിനെ വിളിക്കുക, പോലീസ് വരട്ടെ, കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കട്ടെ. ആ സമയത്ത് അവള് പറഞ്ഞു, അവിടെ നിന്ന് സൗദാമിന് പറഞ്ഞു, പോലീസ് വരട്ടെ, പോലീസ് ഒന്ന് തീരുമാനിക്കട്ടെ, എന്ത് ചെയ്യണമെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം, പോലീസിനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞോളാന്ന് പറഞ്ഞു. അത് കേട്ടതും ആര്യം പറഞ്ഞു, ദേ, നിന്നെ ഉണ്ടല്ലോ ഞാൻ ശരിയാക്കൂന്ന് പറയണ, എങ്ങനെയാണ് എന്റെ മാമരെ കല്യാണം നടത്തും, പിന്നെ മാമരെ കല്യാണം നടത്തുമെന്ന് എനിക്കൊന്ന് കാണണം, അതിനിപ്പൊ നിന്നെ കൊന്നിട്ടാണെങ്കിലും ശരി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് ഒരു ഫ്ലവർ വേസ് എടുത്ത് തലയടിച്ച് പൊട്ടിക്കാൻ നോക്കണം സൗദാമിനിയുടെ. ആര്യന് പെട്ടെന്ന് തന്നെ ആര്യന്റെ കയ്യിലേക്ക് എല്ലാവരും കൂടെ കയറി പിടിച്ചു. എന്താ ആര്യ നീ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. ബാലൻ വന്ന് തടഞ്ഞു. പിന്നീട് ബാലൻ പറഞ്ഞു, അതെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്, ഈ കുട്ടി ആരാന്നറിയാവോ? ഇത് രാമേട്ടന്റെ മകളാന്ന് പറയാ. ഇത് കേട്ടപ്പോ എല്ലാരും ഒന്ന് ഞെട്ടിപ്പോയി, കാരണം രാമേട്ടൻ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് എല്ലാരും വിശ്വസിച്ചോണ്ടിരിക്കുന്നേ. രാമേട്ടൻ കല്യാണം കഴിക്കാതിരിക്കുവന്നു. അപ്പൊ രാമേട്ടന്റെ മകളാന്ന് പറഞ്ഞപ്പം ആർക്കും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. ആ സമയം മണ്ഡപത്തിൽ നിന്ന് അങ്ങോട്ട് പോകാൻ തുടങ്ങിയ പീതാംബരൻ അവിടെ നിൽക്കുവാണ്. ഒരു നിമിഷം പീതാംബരൻ നിന്നു. എന്നിട്ട് ബാലനോട് വന്നിട്ട് പറഞ്ഞു, അപ്പൊ നിനക്കെല്ലാം അറിയാറുന്നല്ലേ ബാല? അയ്യോ സാറേ, അതങ്ങനെയല്ല, എല്ലാം അറിഞ്ഞുകൊണ്ട് നിന്റെ അനുജന് വേറൊരു കല്യാണത്തിലൊരു കുട്ടിയാണെന്നൊക്കെ അറിഞ്ഞിട്ട് നീ എന്റെ മോളെ ചതിക്കാൻ കൂട്ടു നിൽക്കുമായിരുന്നില്ലേ? ഇത്രയൊന്നും ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല ബാല. അയ്യോ സാറ, അങ്ങനൊന്നും പറയരുത്, സത്യാവസ്ഥ അതല്ല, നീ കൂടുതലൊന്നും പറയണ്ട, എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി, എന്നാലും നിന്നിൽ നിന്ന് ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ ബാല. നിന്നോട് എനിക്ക് ഇച്ചിരി മതിപ്പ് സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു, അതിപ്പോ ഇല്ലാതായെന്ന് പറയാണ്. നീ എന്താ ഏതാന്നൊക്കെ എനിക്ക് മനസ്സിലായി. അളിയൻ്റെ ഒരു കുഞ്ഞുണ്ട്, ഭാര്യയുണ്ടെന്ന് അറിഞ്ഞിട്ട് എന്റെ മോളുടെ ജീവിതം തകർക്കാൻ ശ്രമിച്ച്, വാ മോളെ എന്നും പറഞ്ഞിട്ട്
അവരങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും ബാലൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അച്യുതന്റെ അനന്തന്റെ മുഖത്ത് ഒരു ചെറിയ പുരിഞ്ചിരിയൊക്കെ ഉണ്ടായി. അവർക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ ഗോമതിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. എന്റെ ഭഗവാനെ, എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ, നിന്നോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചല്ലേ, എന്റെ ധർമ്മനെ ഞാൻ നിന്റെ കൈകളിലല്ലേ ഏൽപ്പിച്ചേ. കല്യാണത്തിനൊരു തടസ്സവും കൂടാതെ കല്യാണം നടക്കണം എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഒടുവില് നീ ഇങ്ങനെയാക്കി തന്നല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഗോമതി അവിടെ നിന്ന് കരഞ്ഞപേക്ഷിക്കുകയാണ്. അപ്പോഴേക്കും അവിടെ നിന്ന് ഗുരുവായൂരപ്പൻ പറഞ്ഞു, അതെ, കരഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല, ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കണം. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു, ഇനിയിപ്പൊ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഉദയഭാനു പറഞ്ഞു, അത് ശരിയാ, കണ്ടില്ലേ ഉദയഭാനു സാറൊക്കെ പറഞ്ഞു കേട്ടോ, ഇതിനെങ്ങനെ ഒരു പരിഹാരം ഉണ്ടാക്കാന്നാണ് നമ്മൾ ഇനി ചിന്തിക്കേണ്ടത്, അല്ലാതെ ഇനി വേറൊന്നിനെ കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. ഈ സമയത്തെല്ലാം ധർമ്മനെ എന്താ നടക്കണേന്ന് പോലും മനസ്സിലാതെ വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോഴേക്കും സൗദാമിനി പറഞ്ഞു, എന്റെ പ്രശ്നത്തിന് നിങ്ങളൊരു പരിഹാരം കണ്ടേ മതിയാവുള്ളൂ. പിന്നീട് ഉദയഭാനുയോട് പറഞ്ഞു, അല്ല നിങ്ങളല്ലേ പറഞ്ഞ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാന്ന്, എത്രയും പെട്ടെന്ന് എന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണം. ഞാനോ? പിന്നെ നിങ്ങളല്ലേ പറഞ്ഞേ, നിങ്ങൾ എന്നെ എന്റെ കുഞ്ഞിനെ ഏറ്റെടുക്കുമെന്ന് ചോദിച്ചു. ഞാനതിനെ ഏറ്റെടുക്കണേ എന്ന് ഉദയഭാനു പറഞ്ഞു. അപ്പോഴേക്കും ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, അതെ ഉദയഭാനു സാറേ, മുമ്പ് എന്നോട് ഒരു കാര്യം പറഞ്ഞില്ലേ, ആ കാര്യം കൂടെ പറ. എന്ത് കാര്യം? ഏത് കാര്യം? അല്ല DNA കാര്യം. DNA കാര്യം ഉദയഭാനുവിനൊന്നും മനസ്സിലായില്ല. അല്ല DNA ടെസ്റ്റ് നടത്തി ധർമ്മന്റെ ആണോ കുഞ്ഞെന്ന് അറിയുന്ന കാര്യം. ആ അത് തന്നെ. അത് കേട്ട് കഴിഞ്ഞപ്പോ സൗദാമിനി പറഞ്ഞു, DNA ടെസ്റ്റോ എന്ത് കുന്തം വെള്ളം നടത്താം, എനിക്ക് അതിനകത്ത് ഒരു പ്രശ്നമില്ല. അത് പറഞ്ഞ് സൗദാമിനി ഇങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്. ആ സമയം ഭഗവാൻ കൃഷ്ണന്റെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി ഉണ്ടായി. അപ്പോഴേക്കും ഇന്ദിരാമ്മ അവിടെ നിന്ന് വിലപിക്കുകയാണ്, എന്റെ ഭഗവാനെ, എന്റെ മോന്റെ ജീവിതം തകർന്നല്ലോ, അവനൊരു നല്ല ജീവിതം ഉണ്ടാവുമോ, എത്ര കല്യാണം വന്നും മുടങ്ങിപ്പോയി, ഇതും ഭയങ്കര പ്രതീക്ഷയോട് കാത്തിരുന്ന. അതൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി അവിടെ നിന്ന് കരയുവാണ്. പിന്നീട് ഇന്ദിരാമ്മ പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യും, ഈ മണ്ഡപത്തിൽ നിന്ന് അവൻ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഇനി അവന് ഒരിക്കലും ഒരു നല്ല ജീവിതം ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. അപ്പോഴേക്കും അച്യുതൻ പറഞ്ഞു, അമ്മ വിഷമിക്കേണ്ട, അവന്റെ കല്യാണം നമുക്ക് നടത്താം. നീയൊക്കെ പറയാൻ വരുന്ന എന്താണെന്നറിയാ, ഇവിടെ നിനി ഇറങ്ങിയിട്ട് അവൻ കൃഷ്ണമംഗലത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ കല്യാണം നടത്തി കൊടുക്കാന്നല്ലേ. നിന്റെ വാശിയും വൈരാഗ്യവും നിങ്ങളുടെ, അതൊരിക്കലും ഇനി നടക്കാൻ പോകുന്നില്ല. നിനക്കൊക്കെ പറ്റുമോ? ഇപ്പൊ ഈ മുഹൂർത്തത്തില് ഇവിടെ വെച്ച് അവന്റെ കല്യാണം നടത്താൻ പറ്റുമോ? നടത്താൻ പറ്റുമെങ്കിൽ നടത്തി കാണിക്കുക, അതാ ചെയ്യണ്ടേ. അല്ലാതെ അവനെയും വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോട്ടുന്ന ഒരു കാര്യമില്ല. അവനൊരു നല്ല ജീവിതം ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി അവൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ കല്യാണം കഴിക്കുമെന്ന് പോലും അറിയത്തില്ല. അതുകൊണ്ട് ഇപ്പൊ ഈ നിമിഷം അവന്റെ കല്യാണം നടത്താൻ പറ്റുമെങ്കിൽ നടത്തണം. അപ്പോഴേക്കും അച്യുതൻ പറഞ്ഞു, അമ്മേ നടത്തൂമേ, ഞങ്ങൾ നടത്തൂന്ന് പറയണ, ഞങ്ങളുടെ അനുജനല്ലേ, ഞങ്ങൾക്ക് കൈവിട്ട് കളയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഉറപ്പായിട്ടും അവന്റെ കല്യാണം ഈ നിശ്ചയിച്ചുറപ്പിച്ച മുഹൂർത്തത്തിൽ തന്നെ ഞങ്ങൾ നടത്തും. അപ്പോഴേക്കും ഇന്ദിരാമ പറഞ്ഞു, വെറുതെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അമ്മേ, വെറുതെ പറയുന്നതല്ലെന്ന് പറഞ്ഞിട്ട് അച്ഛനും ഇന്ദിരാമയുടെ അടുത്തേക്ക് വന്ന് ഇന്ദിരാമയുടെ കൈ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഉറപ്പായിട്ടും നടത്തും, ഞങ്ങൾ നടത്താതിരിക്കില്ല. ആ സമയം ബാലനൊക്കെ ഒരന്താളിപ്പോടെ ഇങ്ങോട്ട് നിൽക്കുകയാണ്. ഭഗവാൻ കൃഷ്ണന്റെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരിയൊക്കെ ഉണ്ട്. ആ സമയം സൗദാമിനി ചോദിച്ചു, നിങ്ങൾ എന്ത് നടത്തുമെന്ന്, നിങ്ങൾ ഞൊട്ടും നിങ്ങൾ കല്യാണം ഒന്നും നടത്താൻ പോകുന്നൊന്നുമില്ല. അത് കേട്ടതും അച്യുതന് കട്ടക്കലിപ്പായി. അച്യുതൻ നേരെ സൗദാമിനിക്ക് നേരെ തിരിഞ്ഞു. അപ്പോഴേക്കും അച്യുതൻ അവളുടെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, നിന്റെ അഹങ്കാരം കൊള്ളാം, പക്ഷേ അതിവിടെ വേണ്ടാന്ന് പറയണം. അപ്പോഴേക്കും സൗദാമിനി പറഞ്ഞു, അങ്ങനെയാണ് ധർമ്മന്റെ വിവാഹം ഒന്ന് നടത്തി കാണിക്കണം, ഞങ്ങൾ നടത്തൂന്ന് പറഞ്ഞാൽ നടത്തും. അനന്തൻ പറഞ്ഞു, ഞങ്ങൾ അത് തീരുമാനിച്ചു കഴിഞ്ഞ കാര്യം അവന്റെ വിവാഹം, അത് ഉറപ്പായിട്ട് നടത്തും. പിന്നീട് അച്യുതൻ നേരെ ഇന്ദിരാമ്മയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അമ്മ വിഷമിക്കൊന്നും വേണ്ട, ഈ മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടത്തും. നീ എന്തൊക്കെ അച്യുതാ പറയണേ, ഈ ചുരുങ്ങിയ നിമിഷത്തിനുള്ളിൽ പെണ്ണ് കണ്ടെത്തി എങ്ങനെ കല്യാണം നടത്തുന്ന പറയണേ. അമ്മേ സത്യ പറയുന്നത്, ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ലേ. അപ്പോഴേക്കും സൗദാമിനി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ കല്യാണം നടക്കുന്ന കാണണം, നടന്ന് കണ്ടിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് അവളവിടെ നിൽക്കുകയാണ്. ആ സമയം ഇന്ദിരാമ്മ പറഞ്ഞു, അച്യുത വെറുതെ നീ പറയരുത്, വെറുതെ പറഞ്ഞല്ലമ്മേ, ഞങ്ങൾ നടത്തുമെന്ന് പറഞ്ഞാൽ നടത്തും. ഈ മുഹൂർത്തത്തിൽ തന്നെ ദേ അവനുള്ള പെണ്ണിനെ ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞെന്ന് പറയാ. ഈ സമയത്ത് അവിടെ കൂടെ നിന്നവരും ഇന്ദിരാമ്മയും വരെ ഞെട്ടിപ്പോയി, അവർക്കൊന്നും മനസ്സിലായില്ല. പിന്നീട് അച്യുതൻ പറഞ്ഞു, അമ്മയ്ക്ക് വിശ്വാസം വരുന്നില്ലേ, അന്ന് അമ്മ നോക്കാൻ പറയണം. അപ്പോഴേക്കും ഇന്ദിരാമ്മ എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കുവാണ്. ആ സമയത്ത് മണ്ഡപത്തിലേക്ക് കഥകളി വേഷം അതുപോലെ തന്നെ കുറെ ഡാൻസുകാരുടെ അകമ്പടിയോട് കൂടിയിട്ട് വധു വരുവാണ്. വധുവിന്റെ ഇടതും വലതുമായിട്ട് അച്ഛനും അമ്മയുണ്ട്. അങ്ങനെ വധു നല്ല ഒരുങ്ങി സുന്ദരിയായിട്ട് അങ്ങോട്ട് വരുക. ഈ കാഴ്ച കണ്ടപ്പോ ഇന്ദിരാമ്മയൊക്കെ അന്തം വിട്ടുപോയി. അതുപോലെ തന്നെ ബാലനും ഗോമതിയും ധർമ്മനും എല്ലാവരും ഞെട്ടിപ്പച്ച് നിൽക്കണം. അവർക്കൊന്നും മനസ്സിലായില്ല. ഭഗവാൻ കൃഷ്ണന്റെ മുന്നിൽ ഒരു ചെറു പുഞ്ചിരി ഉണ്ടായി. അങ്ങനെ അവളുടെ വരവ് കണ്ടു കഴിഞ്ഞപ്പോ ശ്രീദേവിയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നേ ആനന്ദേട്ടൻ താനും തമ്മിലുള്ള വിവാഹമാണ്. ആനന്ദേട്ടൻ തന്റെ കഴുത്തിൽ താലി അടത്തുന്നത് അത് ഓർത്ത് കഴിഞ്ഞപ്പോൾ ശ്രീദേവിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ആ സമയം ഭഗവാൻ കൃഷ്ണ ശ്രീദേവി ഒന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ അവരങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ഒന്നും മനസ്സിലാത്ത മട്ടില് ഗോമതിയൊക്കെ നിൽക്കുകയാണ്. ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് പോലും മനസ്സിലായില്ല. ഇത്ര സമയം വേറൊരു പെൺകുട്ടിയായിരുന്നു ധർമ്മന്റെ വധുവായിട്ട് വന്നേ. പക്ഷെ ഇപ്പൊ ആണ്ടെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ വേറെ ഒരുത്തി വന്നിരിക്കുന്നു.
ഒരു പക്ഷേങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തോ ഒരു ചതി ഉണ്ടെന്ന് ബാലിന് തോന്നി. കാരണം കല്യാണം മുടങ്ങുക, വേറൊരു പെൺകുട്ടിയെ സെറ്റാക്കി നിർത്തുക, എന്തൊക്കെയാണോ ഏതോ സംഭവിക്കുന്ന പോലും മനസ്സിലായില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ആണെന്ന് ഇനിയിപ്പം ആ പെൺകുട്ടിയുടെ കഴുത്തിൽ ധർമ്മൻ താലി ആർത്തോ ഇല്ലയോ നമുക്ക് കണ്ടറിയാട്ടോ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയി കാത്തിരിക്കാം. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരം വരാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.